ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ അമേരിക്കയിൽ നിന്ന് അതിശയിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. കോടീശ്വരന്മാർക്ക് ഇനി അവരുടെ ഇഷ്ടം പോലെ ആസ്തികൾ കുന്നുകൂട്ടാൻ കഴിയില്ല. സെനറ്റർ ബേർണി സാൻഡേഴ്സും റോ ഖന്നയും ചേർന്ന് അവതരിപ്പിച്ച പുതിയ നിയമം അമേരിക്കയിലെ അതിസമ്പന്നരുടെ മേല് 5% വാർഷിക സമ്പത്ത് നികുതി, അതായത് വെൽത്ത് ടാക്സ് ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. എന്താണ് ഈ നിയമം? ഇത് സാധാരണക്കാരെ എങ്ങനെ സഹായിക്കും? നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. മേക്കിംഗ് ബില്യനേഴ്സ് പേ ദിയർ ഫെയർ ഷെയർ ആക്ട് എന്നാണ് ഈ പുതിയ ബില്ലിന്റെ പേര്. നിലവില് അമേരിക്കയിലെ നികുതി സംവിധാനം ശമ്പളത്തിനോ അല്ലെങ്കിൽ ബിസിനസ് വരുമാനത്തിനോ മാത്രമാണ് നികുതി ഈടാക്കുന്നത്. എന്നാൽ പുതിയ നിയമം ലക്ഷ്യം വെക്കുന്നത് വ്യക്തികളുടെ മൊത്തം ആസ്തിയെയാണ്. അതായത് ഒരാളുടെ പക്കൽ $100 കോടി, അതായത് $1 ബില്യണിൽ അധികം ആസ്തി ഉണ്ടെങ്കിൽ അതിന്റെ 5% ഓരോ വർഷവും നികുതിയായിട്ട് നൽകണം. അമേരിക്കയിലെ ഏകദേശം 938 ബില്യണേഴ്സിനാണ് ഈ നിയമം നേരിട്ട് ബാധിക്കുന്നത്. ഇവരുടെ പക്കൽ മൊത്തം $8.2 ട്രില്യൺ സമ്പത്തുണ്ടെന്നാണ് കണക്ക്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സാധാരണക്കാരുടെ വരുമാനം വലിയ മാറ്റമില്ലാതെ തുടരുമ്പോൾ ഈ അതിസമ്പന്നരുടെ ആസ്തി 132% അധികം വർദ്ധിച്ചുവെന്നതാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണം. ഇനി ഈ നികുതിയിലൂടെ ലഭിക്കുന്ന പണം സർക്കാർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇവിടെയാണ് ഈ ബില്ലിന്റെ പ്രസക്തി. നേരിട്ടുള്ള സാമ്പത്തിക സഹായം. $1.5 ലക്ഷം താഴെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിലെ ഓരോ വ്യക്തിക്കും $3000, ഏകദേശം 2.5 ലക്ഷം രൂപ നേരിട്ട് നൽകാനായിട്ട് ഈ പണം യൂസ് ചെയ്യും. 4 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് ഏകദേശം 10 ലക്ഷം രൂപ വരെ ലാഭിക്കാം. 2 ആരോഗ്യ മേഖലയാണ്. മുതിർന്ന പൗരന്മാർക്ക് പല്ല്, കണ്ണ്, കേൾവി സംബന്ധമായ ചികിത്സകൾ സൗജന്യമാക്കും. 3 വിദ്യാഭ്യാസം. പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് കുറഞ്ഞത് $60,000 വാർഷിക ശമ്പളം ഉറപ്പാക്കും. 4 പാർപ്പിടം. വീടില്ലാത്തവർക്കായിട്ട് 70 ലക്ഷത്തിലധികം മിതമായ നിരക്കിലുള്ള വീടുകൾ നിർമ്മിക്കാനും ഈ തുക വിനിയോഗിക്കും. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഏകദേശം $4.4 ട്രില്യൺ ഈ നികുതി വഴി സമാഹരിക്കാൻ കഴിയുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരായ ഇമാനുവൽ സൈസും ഗബ്രിയൽ സുക്സാനും കണക്കാക്കുന്നത്. നമുക്ക് ലോകത്തിലെ ഏറ്റവും ധനികനായ ഇലോൺ മസ്കിന്റെ കാര്യം തന്നെ എടുക്കാം. മസ്കിന്റെ ആസ്തി ഏകദേശം $833 ബില്യൺ ആണ്. ഈ നിയമപ്രകാരം അദ്ദേഹം $42 ബില്യൺ നികുതി നൽകേണ്ടി വരും. ഇത്രയും വലിയ തുക നൽകിയാലും അദ്ദേഹത്തിന്റെ പക്കലെ $792 ബില്യൺ ബാക്കി ഉണ്ടായിരിക്കും. അതേപോലെ മാർക്ക് സക്കർബർഗ് 11 ബില്യണും ജെഫ് ബെസോസ് 12 ബില്യണും നികുതിയായിട്ട് നൽകേണ്ടി വരും. സാധാരണ തൊഴിലാളികളെക്കാൾ കുറഞ്ഞ നിരക്കിൽ നികുതി നൽകുന്ന അതിസമ്പന്നരുടെ കാലം കഴിഞ്ഞുവെന്നാണ് സെനറ്റ് ബേർണി സാൻഡേഴ്സ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. എങ്കിലും ഈ നിയമം നടപ്പിലാക്കാനായിട്ട് ചില തടസ്സങ്ങളൊക്കെ ഉണ്ട്. അമേരിക്കൻ കോൺഗ്രസിലെ രാഷ്ട്രീയ വടംവലികളും അതിസമ്പന്നരുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പും ഈ ബില്ലിന് വെല്ലുവിളിയാകുന്നുണ്ട്. എന്നാൽ ലോകമെമ്പാടും ചർച്ചയാകുന്ന ഈ വെൽത്ത് ടാക്സ് മറ്റ് രാജ്യങ്ങളിലും വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുമോ എന്ന് കാത്തിരുന്ന് കാണാം. അപ്പൊ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. കൂടുതൽ കൊമേഴ്സ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്